ചൈനയുമായി ചങ്ങാത്തം സ്ഥാപിക്കാൻ പോയ ബംഗ്ലാദേശ് സർക്കാരിന് ശക്തമായ തിരിച്ചടി നൽകി ഭാരതം. ബംഗ്ലാദേശിൽ നിന്നുള്ള ചരക്കുകൾക്ക് നൽകിയിരുന്ന ട്രാൻസ്ഷിപ്മെന്റ് സൗകര്യം ഇന്ത്യ റദ്ദാക്കി. 2020 മുതൽ നൽകിയിരുന്ന സൗകര്യമാണ് ഇന്ത്യ ഇപ്പോൾ റദ്ദാക്കിയത്. ഭൂട്ടാൻ, നേപ്പാൾ, മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ബംഗ്ലാദേശിന്റെ വ്യാപാര ബന്ധത്തിന് ഇത് വലിയ തിരിച്ചടി നൽകുമെന്നുള്ളൊരു തീരുമാനമായി മാറുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ബംഗ്ലാദേശിൽ നിന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലേക്കോ ഉള്ള കയറ്റുമതി ഇറക്കുമതി, അത് ഭാരതം വഴിയുള്ള ഇത്തരം കയറ്റുമതികളും ഇറക്കുമതികളും നിരോധിച്ചുകൊണ്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ആണ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. വിമാനമാർഗമോ അല്ലെങ്കിൽ തുറമുഖങ്ങൾ വഴിയോ വാഹനങ്ങൾ വഴിയോ ബംഗ്ലാദേശിൽ നിന്ന് ഭാരതം വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് ഇനി മുതൽ സാധനങ്ങൾ കൈമാറാൻ കഴിയില്ല, കയറ്റുമതി അനുവദിക്കില്ല എന്നുള്ളതാണ് പ്രധാനമായും ഭാരതം എടുത്തിരിക്കുന്ന തീരുമാനം. പ്രത്യേകിച്ച് നേപ്പാൾ, അതേപോലെ തന്നെ മ്യാൻമാർ, ഭൂട്ടാൻ, ഈ 3 രാജ്യങ്ങളിലേക്കുള്ള ബംഗ്ലാദേശിൻ്റെ കയറ്റുമതിയെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ഭാരതത്തിൻ്റെ തീരുമാനം എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇത് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ സാമ്പത്തിക മേഖലയിൽ ഭാരതം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കാണ് ഏറ്റവും പുതിയ ഈ ഉത്തരവ് അല്ലെങ്കിൽ ഈ നിർദ്ദേശം എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ബംഗ്ലാദേശിലേക്കുള്ള ഇറക്കുമതി സാധനങ്ങളുടെ വിലയും വലിയ കുത്തനെ ഉയരുമെന്നുള്ളതാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ബംഗ്ലാദേശിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഭാരതത്തിൻ്റെ തീരുമാനം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ 3 രാജ്യങ്ങൾ ബംഗ്ലാദേശിൽ നിന്നും വലിയ രീതിയിൽ കയറ്റുമതി, ഈ നേപ്പാൾ, ഭൂട്ടാൻ, അതേപോലെ തന്നെ ഈ മ്യാൻമാർ, ഈ 3 രാജ്യങ്ങളിലേക്കും വലിയ രീതിയിൽ കയറ്റുമതി ഉള്ളതാണ് ബംഗ്ലാദേശിന്. മാത്രമല്ല ഇവിടങ്ങളിൽ നിന്നും ഉള്ള വ്യാപാര ബന്ധം, ഒരുപക്ഷെ ബംഗ്ലാദേശുമായിട്ടുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കുവാൻ പോലും ഈ 3 രാജ്യങ്ങൾ തയ്യാറാകുമെന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഈ 3 രാജ്യങ്ങളിലും ഇറക്കുമതി സാധനങ്ങൾക്ക് വില കുത്തനെ കൂടും. ഇതിനപ്പുറം തന്നെ സമയനഷ്ടം ഒരു പ്രധാന ഘടകമാണ്. ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് ബംഗ്ലാദേശുമായുള്ള വ്യാപാര ബന്ധം ഒരുപക്ഷെ ഈ 3 രാജ്യങ്ങളും വേണ്ടാന്ന് വെക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനപ്പുറം ബംഗ്ലാദേശിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതി സാധനങ്ങൾ, അത് ഭാരതം വഴി എത്തുന്ന ഇറക്കുമതി സാധനങ്ങൾ, അത് ഇനിയും അത്തരം സാഹചര്യങ്ങൾ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഭാരതം വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഇത്തരം സാധനങ്ങൾ, ഭാരതത്തിലുള്ള സാധനങ്ങൾ അത് പുറത്തേക്ക് കടത്തുവാൻ വേണ്ടിയുള്ള അനുമതി ലഭിക്കും. എന്നാൽ ഇന്നു മുതൽ മറ്റ് വീണ്ടുമുള്ള ട്രാൻസിറ്റ് അത്തരം സാധനങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ കാർഗോ നീക്കങ്ങൾ ഒരു തരത്തിലും അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഭാരതം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഭാരതം അല്ലെങ്കിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് പ്രധാനമായും ഈ ബംഗ്ലാദേശിൻ്റെ താൽക്കാലിക പ്രധാനമന്ത്രി അദ്ദേഹം ഈ ചൈനയിലെത്തി ഭാരതത്തോട് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സാമ്പത്തിക നയങ്ങളോട് എതിർപ്പ് പ്രഖ്യാപിക്കുകയും അതേപോലെ തന്നെ ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ നടത്തുകയും ചൈനയുടെ സാമ്പത്തിക നയങ്ങളും വ്യാപാര നയങ്ങളുമായി യോജിച്ച് നിന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തത്. ഇതാണ് ഭാരതത്തെ പ്രകോപിപ്പിച്ചത്. അതാണ് ഇത്തരമൊരു കടുത്ത നീക്കത്തിലേക്ക്, ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് ഭാരതത്തെ എത്തിക്കുവാൻ ഇടയാക്കിയതും. ശരി, എസ് നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.